അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അബ്ബാസ് കല്ലുട്ടിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരു 6 ഏക്കർ ഭൂമി കേട്ടോ. നല്ല തെങ്ങ്, അതുപോലെ തന്നെ കുരുമുളക്, ചെറിയൊരു ഷെഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഞങ്ങളെ കാണിക്കാം. കുരുമുളകിൻ്റെ കൊടിയൊക്കെ നോക്കി നിങ്ങൾ, അടിപൊളിയായിട്ടുള്ള കൊടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് വരുമാനമുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത് അത്യാവശ്യം നിരപ്പുള്ള സ്ഥലം തന്നെ കേട്ടോ. ഒട്ടുമിക്ക ഭാഗങ്ങളും നിരപ്പാണ്. ബാക്കി കുറഞ്ഞ ഭാഗങ്ങളൊന്നും നമുക്ക് എന്താ വരുന്നുണ്ട്, ചെരുവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 900 റബ്ബർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 80 നമുക്ക് തെങ്ങാണ് വരുന്നത്. അതിന്റെ പുറമെ നമുക്ക് വരുന്നത് പിന്നെ ഇഷ്ടംപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ്. നല്ല കറുത്ത മണ്ണുമാണ് കേട്ടോ. നല്ല അടിപൊളി മണ്ണ് കാര്യങ്ങളാണ്. പിന്നെ വെള്ള സൗകര്യം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ സ്ഥലത്തിന്റെ ഏകദേശം ഒരു കിടപ്പ് നോക്കിയോളി. ഫുള്ള് നിരന്ന സ്ഥലമല്ല. പിന്നെ റബ്ബർ ഇതാ വരുന്നത് നോക്കിയോളി. റബ്ബറിന് ഒരു സ്ഥിതി ഉണ്ടല്ലേ, ഇങ്ങനെ റബ്ബറാണ് മുകളിലേക്ക്. അതുപോലെ നല്ല കൊക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൊക്കോ ഒന്നും കവാത്ത് ചെയ്യാത്തതിൻ്റെ ഒരു, കൊക്കോക്കെ ഏകദേശം തേക്കുന്നുണ്ട്. നമ്മളെ നിലമ്പൂർ തേക്കിൻ്റെ മാതിരി ആയിക്കണം കൊക്കോക്കെ. നല്ല കായുണ്ട് കൊക്കോൻ്റെ മുകളിൽ കേട്ടോ. ഇഷ്ടംപോലെ കായുണ്ട്. അപ്പം സ്ഥലം ഒരു ഓൾമോസ്റ്റ് നിരപ്പാണെന്ന് തന്നെ പറയലാണ്. ആദ്യമൊക്കെ ഏതാ ജാതി അറിയോ? ജാതി വായ നല്ല മൈസൂർ മറ്റേ പൂവനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ജാതി മരം അത് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. കുറേ ജാതി ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ജാതിയാണ്. ജാതി ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നോക്കിയോ കേട്ടോ. ഒക്കെ ജാതി അടിപൊളി കായും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കണോ, എന്താ നല്ല അടിപൊളി മരങ്ങൾ. റബ്ബറാണെങ്കിൽ ഇതാ വെട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെയൊക്കെ ഏകദേശം നിരപ്പ് തന്നെയാണ് സ്ഥലം. ഫുള്ളായിട്ട് നിരപ്പാണ് സ്ഥലം കേട്ടോ. ഒരു ചെരുവ് എന്ന് പറയാനുള്ള വകുപ്പില്ല. നോക്കിയാൽ ജാതി കായ് പൊട്ടിപ്പോയി. ഇഷ്ടംപോലെ ഞാൻ കായ് കാണിക്കാം. നല്ല അടിപൊളി തോട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി തോട്ടം. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജാതി അടിപൊളി ജാതി നോക്കിയോളെ. ഇങ്ങനെ പൊട്ടിക്കയറി വന്നാൽ ഈ ജാതിൻ്റെ പ്രത്യേകത, കൊല്ലത്തിലെല്ലാ മിക്ക സമയത്തും നമുക്ക് കായ് ഉണ്ടാവും. ഒരു കായ് പറിക്കുമ്പോൾ അടുത്ത കായ് കയറി വരും. ഇതാ സ്ഥലം വരും. നോക്കിയോളി, അടിപൊളി സ്ഥലതാ. ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ടോപ്പ് പോസ്റ്റാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് കുറേ ഭാഗങ്ങൾ 6 ഏക്കർ ഉണ്ടല്ലോ, ഈ ഭാഗങ്ങൾക്ക് ഫുള്ളായിട്ട് ഞങ്ങൾ കാണിക്കാം. അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ചെറിയ വിലയുള്ളൂ കേട്ടോ, വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. ഒരു കുടുംബത്തിന് ഒരു വരുമാന ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിരാണെങ്കിൽ എന്തിനും പറ്റുന്ന ഒരു തോട്ടം കേട്ടോ. നമുക്ക് ഈ റബ്ബറൊക്കെ മുറിച്ച് മാറ്റിയിട്ട് വേണമെങ്കിൽ, അപ്പോൾ നല്ല റബ്ബറാണ് കേട്ടോ. നല്ല റബ്ബർ, അടിപൊളി റബ്ബറാണ്. എന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം മരങ്ങൾ അതും കാണുന്നുണ്ട്. ഇങ്ങനെ പോവാം മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ ജാതി മരം നോക്കിയോളിട്ടോ. ആഹാ, ഏതാ മക്കളെ ജാതി, ഒന്ന് സൂം ചെയ്ത് കാണിക്കാട്ടോ. ഇതാ എന്താ കായ്ഫലം തരാം. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇഷ്ടം പോലെ ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് ഇറ്റേക്ക്. നല്ല അടിപൊളിയായിട്ട് ജാതി നിലത്ത് നോക്കിയോളി നിങ്ങൾ. നിലത്ത് അങ്ങനെ വീണെടുക്കും. ഇതൊക്കെ കാണുന്ന മുഴുവനും ജാതിയാ. നോക്കില്ല, മുറുക്കി കാണിച്ചു തരാം. നിങ്ങള് ആഹാ, ഏതായാലും ഒരു തുടുപ്പ് പറയും. ഇതിങ്ങനെ ഈ ജാതിപത്രേ 2000-ന്റെ മുകളിലായിട്ട് വില ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അള്ളാഹു വില പോലെ ഇങ്ങനെ പൊറുക്കാൻ കിടക്കുക. അതൊന്നും നോക്കാൻ ആളില്ലാതെ വരെ കണ്ടോളി. ഇഷ്ടം പോലെ ജാതിക്കുണ്ട്. അങ്ങനത്തെ ഒരുപാട് ജാതിയും കാര്യങ്ങളൊക്കെ. അങ്ങനെ 100 ജാതി ഒന്നും ഇല്ല കേട്ടോ. കുറേ ജാതിമരം നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എല്ലാ മരമൊക്കെ നല്ല കായും ഉണ്ട് കേട്ടോ. ഇത് വേറെ മരം, നമ്മൾ താഴത്ത് കുറേ മരങ്ങൾ കാണിച്ചു. ഈ ഭാഗത്ത് വേറെ മരങ്ങളുണ്ട്. ഈ താഴെ ഭാഗത്തേക്ക് ഇതാ അവിടെ ജാതി ഉണ്ട്. അങ്ങനെ നമുക്ക് ജാതി പിള്ളേർ കൊടുക്കാൻ പറ്റിയൊരു പറമ്പാണ്. കാണുമ്പോൾ നല്ല നീക്കുപോക്കുണ്ട് ജാതി. മരത്തുമ്മലൊക്കെ നല്ല പിടുത്തം പിടിക്കുന്നത്. അവിടെ ജാതി മരം അതാ അങ്ങനെ ഇങ്ങോട്ട് വന്നില്ല. അവിടെ ജാതി ഇതാ, ഇതൊരു ആൺജാതിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നോക്കിങ്ങൾ, ഇതിലൊക്കെ ഇനി എങ്ങനത്തെ കായ് ഉണ്ടാവുക, ഇനി കായ് ഉണ്ടായാൽ എന്താ സംഭവിക്കാറോ? ഈ മരം ഉണ്ടാവില്ല. അതായിരിക്കും സംഭവിക്കുക. ഇതാ അത്രയ്ക്ക് കായ്യാ. കാരണം നിങ്ങൾ ഇലയാണോ കൂടുതൽ, കായാണോ കൂടുതൽ? ഈ ഇലയല്ല കൂടുതൽ, കായ കൂടുതൽ. അജാതി കുളത്തിലെ കായ്. ഇതിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം. എന്താ നോക്കി നിങ്ങൾ കണ്ടോ? ഞാൻ ഒന്ന് മെല്ലെ ഒന്ന് പൊട്ടിച്ച് നോക്കുക. ആഹാ, ആഹാ,
ഇതാണ് മുത്ത് കേട്ടോ. അപ്പോൾ ഇത് ജാതിപത്രി. ഓക്കെ, ഇതിനുള്ളിൽ ഈ തൊണ്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ അകത്ത് കാണുന്നതാണ് ജാതിക്ക. ഇഷ്ടം പോലെ ഇതാ വിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന മക്കൾ. ഇതാ വിരിഞ്ഞ പോലെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വിളിച്ചോളി മക്കളെ, ഒന്നും ആലോചിക്കണ്ട. നല്ല അടിപൊളി തോട്ടാണ്, നല്ല വരുമാനമാണ്. ജാതിമരമൊക്കെ നോക്കി നിങ്ങൾ, കായൊക്കെ നിങ്ങൾ നല്ലോണം ഇങ്ങോട്ട് പൂത്തളിഞ്ഞ് നിൽക്കുക ഉണ്ടോ. ജാതി പൂവിട്ടാണ്ട് ഞങ്ങള് എത്രേത് പൂവ് പടച്ചോനെ, ഇതെല്ലാം കൂടി കായ് ആയാൽ ഈ മരം തന്നെ താങ്ങാൻ നിൽക്കൂല. എന്നപ്പം കായ് ആവൂല. അതാ അവൻ്റെ പ്രത്യേകത കേട്ടോ. ഇത് ആൺ ജാതിയാണ്, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ പൂത്തൊളിഞ്ഞ് നിൽക്കുക ചെയ്യുക. മൂപ്പര് പൂത്തൊളിഞ്ഞാൽ മറ്റവര് പ്രസവിച്ചോളും കേട്ടോ. ഓക്കെ, ഈ ഭാഗത്തൊക്കെ വണ്ടി എത്തിക്കാൻ പറ്റും. ഈ കാണുന്ന തെങ്ങാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ജാതിമരം ഇനിയുണ്ട് കേട്ടോ. ജാതിമരങ്ങളെ കൊണ്ട് തല്ലാറുണ്ട്. ഞാൻ ജാതിമരം കുറച്ചുണ്ടതാ, അത് ജാതിയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ജാതി ഇഷ്ടംപോലെ ഈ ജാതിമരം തന്നെ എൻ്റെ അത് നല്ലൊരു സംഖ്യക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് നമുക്ക് കൊടുക്കാനുള്ള ജാതി ഉണ്ട്. ഓക്കെ, അപ്പം വലിയൊരു കുത്തനെയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ജാതിമരം തന്നെയാണ്, നല്ല അടിപൊളി. ഞാൻ കുറഞ്ഞ ജാതി ഉണ്ടാവുള്ളൂ, ഒന്നും അല്ല കുറേ ജാതി ഉണ്ട്. അതിൻ്റെ എണ്ണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ ആഹാ ആഹാ, നിങ്ങൾ നോക്കിങ്ങളെ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ നോക്കിയതാ, നിങ്ങൾ നോക്കി നിങ്ങൾ ജാതി കണ്ടോ. ജാതിക്കാണ് ഉണ്ടായിരിക്കുന്നതാ. നോക്കിയതാ, ഇവിടെ എല്ലാ ഭാഗത്തും ജാതി, പ്ലാവ്, മുരുക്ക്, മറ്റേ മറിച്ച് എല്ലാ വേണ്ടുന്ന എല്ലാ മരങ്ങളും ഉണ്ട്. സ്ഥലത്തിന്റെ ഇഞ്ചോടിഞ്ച് ഭാഗങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന സ്പേസ് അവിടെ മേലെ ഭാഗത്തൊരു കയ്യാലുണ്ട്. ആ കയ്യാലിന്റെ താഴത്തേക്കാണ് നമ്മൾ സ്ഥലം വരുന്നത്. ഇവിടെ നല്ല അടിപൊളി എന്തായാലും മഹാഗണിയാണ്. ഒരു മഹാഗണി ഉണ്ട് കേട്ടോ, വലിയൊരു മഹാഗണി ഉണ്ട്. കാണിക്കാതാ, എന്താ വരാത്തവന് ആവാ. എന്താ നല്ലൊരു മഹാഗണിയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. മഹാഗണി അല്ലല്ലേ, മഹാഗണി തന്നെ കേട്ടോ. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ശരിക്കും കണ്ടോളിതാ. നല്ല റബ്ബർ തോട്ടം, 80ഓളം തെങ്ങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജാതി, അത്യാവശ്യം നല്ല ജാതി ഉണ്ട്. അതുപോലെ തന്നെ കൊക്കോ ഉണ്ട്. ഇതൊക്കെ ജാതിമരമാണ്. ഇഷ്ടംപോലെ ജാതിമരം അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ അത് ജാതിമരമാണ് കാണുന്നത്. ഇങ്ങനെ ഭാഗത്തേക്ക് ഈ നമുക്ക് നല്ലൊരു കുളം ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല, ചതുപ്പ് സ്ഥലമുണ്ട്. കുറഞ്ഞൊരു ഭാഗം ചതുപ്പ് സ്ഥലമാണ്. അവിടെ നല്ലൊരു കുളം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളം നമുക്ക് എന്നൊരു പിന്നെ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് കാണിക്കാൻ നിവർത്തിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നോക്കാം കേട്ടോ, കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഭാഗത്ത് നമുക്ക് ആളുകൾ നടന്നു പോകണ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നോക്കിയോളി. ശബ്ദം കേൾക്കുന്നുണ്ട് ചോദിക്കണല്ലേ. ഇവിടെ പോയൊരു അതാ കണ്ടോ, ആള് നടന്നു പോകണ നിങ്ങള്. അതാ ചെറിയത്. ഓ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് അതിലൂടെ നമുക്ക് റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറഞ്ഞൊരു ചെരുവ് നമുക്ക് ആ റോഡിന് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ വരാം കേട്ടോ. ഏകദേശം റോഡിന്റെ ഫ്രണ്ടേജ് ഏകദേശം നമുക്ക് ഞാൻ പറഞ്ഞൊരു 300 മീറ്ററിന് മുകളിൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ടാവും. അപ്പോൾ ഒരു 300 മീറ്ററിന്റെ മുകളിലൊക്കെ റോഡ് ഫ്രണ്ടേജ്. ഞാൻ ഇവിടെ നിന്നാന്തോ ഈ ചെക്ക നല്ല മുടുക്കാനായി, റബ്ബറേ നല്ല വണ്ണവും കാര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം ശരാശരി നല്ല വളവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല നോട്ടുള്ള റബ്ബറാട്ടോ. നമ്മൾ വെറുതെ അങ്ങനെ വെച്ച് പോയിട്ട് അങ്ങനെ ചെയ്യുന്നല്ല. ഞാൻ ഒറ്റ തൈ ഇടക്കൊക്കെ പറയപ്പെടാൻ ചീത്തപ്പേരുണ്ടാക്കുന്ന തയ്യുണ്ട്. 105 ഇനത്തിൽപ്പെടുന്ന റബ്ബറാണ് കേട്ടോ. നല്ല മേനി, നല്ല വളർച്ചയുള്ള മരം തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്കൊക്കെ സ്ഥലം വരുന്നുണ്ട്. ഈ 6 ഏക്കർ സ്ഥലത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഇപ്പോൾ എത്രയൊക്കെ നിങ്ങളൊന്ന് ഗസ് ചെയ്യോ? അല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ 2 റുപ്യ 3 റുപ്യൊക്കെ വരുന്നുണ്ട്. പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വലിയൊരു എന്താ പറയുക, ആന ചെരുവൊന്നും പറയാനില്ല. ആ മുകളിൽ കാണാൻ കയ്യാലിൻ്റെ അടുത്താണ് നമുക്ക് ഇവിടെ 1 2 3 മൂന്നാമത്തെ കയ്യാലാണ് നമുക്ക് ഇന്ന് റോഡ് കേട്ടോ. ഇതിങ്ങനെ അങ്ങനെ മുകളിലേക്കില്ലേ, അങ്ങനെ മുകളിലേക്ക് സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു കയറ്റം ഇല്ലാത്തൊരു സ്ഥലം തന്നെ കേട്ടോ. അങ്ങനെ നമുക്ക് റബ്ബർ തോട്ടം 6 ഏക്കർ റബ്ബർ തോട്ടം, 90% നമുക്ക് എന്താണ് റബ്ബറാണ്. ബാക്കി നമുക്ക് വരുന്നത് പിന്നെ തെങ്ങ്, ജാതി, കുളം, കാര്യങ്ങൾ, റോഡ്, അങ്ങനെയൊക്കെ. ഇതൊക്കെ മരങ്ങൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള മരം അതുകൊണ്ടൊക്കെ നിങ്ങൾ നല്ല നീളമുള്ള മരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വിളിക്കുക. സൂപ്പർ സ്ഥലം തന്നെ, സൂപ്പർ സ്ഥലമാണ്. നമുക്കൊരു ഹോം സ്റ്റേ, റിസോർട്ട് കാര്യങ്ങളൊക്കെ, വ്യൂ ഒന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയ. കാര്യമായിട്ടൊരു വ്യൂ ഇല്ലെങ്കിലും തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇതങ്ങനെ മുകളിലേക്ക് സ്ഥലമുണ്ട് നമുക്ക്. ഇനി ഏറ്റവും മുകളിലേക്ക് ഞാൻ പോകണില്ല.
അപ്പോൾ ഇതേ നെറ്റ് തന്നെയാണ് മുകളിലേക്കും വരുന്നത് കേട്ടോ. ഇത് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലം. ഇതിൻ്റെ ഈ കോർണർ ഭാഗമാണ് നമുക്ക് ചതുപ്പ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ തുള്ളി ഒരു പാറഭാഗം നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, കാര്യമായിട്ടില്ല. ഇനി ഞാൻ റോഡിൻ്റെ മേലെ ഭാഗം ഒന്ന് കാണിക്കുകയും ചെയ്യാം. നോക്കിയതാ ഇങ്ങനെ വരിക സ്ഥലം മുകളിലേക്ക്. ഈ കാണുന്ന റബ്ബർ പൊള്ളിട്ടോ മക്കളെ. ഇതാ ഒന്ന് സൂം ചെയ്ത് കാണിക്കുക ചെറിയ രീതിയിൽ, അല്ലാണ്ട് സൂമിങ് ഇല്ല എന്നാലും. അങ്ങനെ മുകളിലേക്ക് പോവാ സ്ഥലങ്ങൾ. അപ്പോൾ ഈ കാണുന്ന റബ്ബർ ഇങ്ങനെ സൂമിങ്ങിൽ നമ്മൾ പിടിച്ചാൽ പിന്നെ ഭയങ്കര ജർക്കിങ് കേൾക്കും. അടിപൊളി സ്ഥലം കേട്ടോ. തൈ റബ്ബർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി കാലത്തെ വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യാം തന്നെ പറയേണ്ടി വരുന്നു കേട്ടോ. നമ്മൾ നോക്കി നിങ്ങൾ എന്താ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. നോക്കിയോളിതാ, ആദ്യമാണ് ഈ കാണുന്നത്. നോക്കുന്നത് ഈ കാണുന്ന റോഡ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അതുപോലത്തെ കോൺക്രീറ്റ് റോഡ്. അപ്പോൾ അവിടെ വരെ അപ്പോൾ ഈ കാണുന്ന റോഡ് നിങ്ങൾ കണ്ടോട്ടെ. റോഡ് കണ്ടില്ലാരണ്ട. ഈ കാണുന്ന മലയോര ഹൈവേ, അത് നമുക്ക് നിലമ്പൂർ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് തുരങ്കപാതയിലേക്ക്, ആനക്കാമ്പൂര് തുരങ്കപാതയിലേക്ക് പോകുന്ന ആ റോഡാണ് ഈ കാണുന്നത്. എന്താ മക്കളെ രസം. ഈ റോഡുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിലേക്ക് ഉണ്ടാവും. നോക്കിയുള്ളൂ, 3 ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ നിരന്ന് കിടക്കണം. 6 ഏക്കർ നമുക്ക് ടാറിങ് ഉണ്ട്. ഓക്കെ, ഇതിങ്ങനെ പോന്നാൽ ഇതാ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് കോൺക്രീറ്റ് ആട്ടോ.